കോഴിക്കോട് കൊടുവള്ളിയിൽ വൻ തീപിടുത്തമുണ്ടായി. ദേശീയപാതയോരത്തെ അൽ റെയ്ദാൻ എന്ന മന്തി കടക്കാണ് തീപിടിച്ചത്. കട പൂർണ്ണമായും കത്തി നശിച്ചു. തീ അണക്കാനുള്ള ശ്രമം തുടരുകയാണ്. ദൃശ്യങ്ങൾ കാണാം. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, തീ ഇപ്പോൾ സമ്പൂർണ്ണമായിട്ടും അണച്ചോ? ആർക്കെങ്കിലും പരിക്കോ മറ്റോ ഏറ്റിട്ടുണ്ടോ? എന്തുകൊണ്ടുണ്ടായി ഈ തീപിടുത്തം? സനീഷ്, രാവിലെ 10 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. അത് തുറന്ന് പ്രവർത്തിക്കുന്ന സമയമായിരുന്നില്ല. ഉച്ച മുതൽ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു കടയായിരുന്നത്. കൊടുവള്ളി പാലക്കുറ്റിയിൽ പ്രവർത്തിക്കുന്ന അൽ റെയ്ദാൻ എന്ന മന്തിക്കടയ്ക്കാണ് തീപിടിച്ചത്. ആ സമയത്ത് 1-2 തൊഴിലാളികൾ മാത്രമായിരുന്നു ഈ കടയിൽ ഉണ്ടായിരുന്നത്. അവർ പെട്ടെന്ന് തീയും പുകയും കണ്ടതോടുകൂടി പുറത്തേക്ക് പോവുകയും ആർക്കും പരിക്കുകളൊന്നും ഏറ്റിട്ടില്ല. പക്ഷേ ഈ കട പൂർണ്ണമായും തന്നെ കത്തി നശിച്ച അവസ്ഥയിലാണുള്ളത്. തൊട്ട് സമീപത്തെ കടകളിലേക്ക് തീ വ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നരിക്കുനിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. നിലവിൽ മറ്റ് അപകടങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ഈ കട പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ തീ മറ്റ് കടകളിലേക്കോ അല്ലെങ്കിൽ സമീപ പ്രദേശത്തേക്കോ വ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ആളുകൾ ആരോപിക്കുന്ന മറ്റൊരു കാര്യം, ഈ പ്രദേശത്ത്, അതായത് ഈ അടിവാരം താമരശ്ശേരി ഭാഗത്ത് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതുപ്പാടി അടക്കമുള്ള ഭാഗങ്ങളിൽ തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടേക്ക് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തണമെങ്കിൽ അത് മുക്കത്ത് നിന്നോ നരിക്കുനിയിൽ നിന്നോ എത്തണം. അത് കുറേ ദൂരം സഞ്ചരിച്ച് വേണം അവിടേക്ക് എത്താൻ. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് എടുക്കുന്നത് ഇത്തരത്തിൽ തീപിടുത്ത അപകടത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന ആരോപണം ഈ പ്രദേശത്തെ ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ ഈ തീപിടുത്തത്തെ അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. മറ്റ് അപകടങ്ങളൊന്നും തന്നെയില്ല.